ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാനിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ക്ലാസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നലെ നമ്മൾ എവിടെ നിർത്തിയേ? കൊതുകുകൾ 4 തരത്തിലുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അനോഫിലസ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പം ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചെറിയ കോഡ്സും കണക്ഷനൊക്കെ ആയിട്ട് നമുക്കിതൊക്കെ ഇപ്പം തന്നെ പഠിച്ചു പോവാം. മലേറിയ അല്ലെങ്കിൽ മലമ്പനി പരത്തുന്ന കൊതുക് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് കൊതുക? അനോഫിലസ് പെൺകൊതുകുകളാണ് കേട്ടോ. അനോഫിലസ് പെൺകൊതുകുകളാണ്. മലേറിയ എന്ന വാക്കിന് അർത്ഥം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ദൂഷിതമായിട്ടുള്ള വായുവാണ്. ദൂഷിതമായിട്ടുള്ള വായുവാണ് മലേറിയ എന്ന വാക്കിനർത്ഥം. കേരളത്തിൽ മലമ്പനി പരത്തുന്നത് അനോഫിലസ് സ്റ്റീഫൻസി വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. അപ്പോൾ കേരളത്തിൽ മലമ്പനി പരത്തുന്ന ഏതാണ്? അനോഫിലസ് സ്റ്റീഫൻസി വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. മലമ്പനിക്ക് കാരണമായിട്ടുള്ള രോഗാണു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലമ്പനിക്ക് കാരണമായിട്ടുള്ള രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പോയിന്റ്സുകളൊക്കെ പറയാം കേട്ടോ, എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് തരാം. മലമ്പനിക്ക് കാരണമായിട്ടുള്ള രോഗാണു പ്ലാസ്മോഡിയം. മലമ്പനിക്ക് കാരണമായിട്ടുള്ള രോഗാണു ഉൾപ്പെടുന്ന വിഭാഗം ചോദിക്കുകയാണെങ്കിൽ ഏത് വിഭാഗമാണ്? പ്രോട്ടോസോവയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കുറച്ച് പോയിന്റ്സ് നോക്കാം. ഇനി മലമ്പനിക്ക് കാരണമായിട്ടുള്ള വിവിധ പ്ലാസ്മോഡിയങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ട്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ അണുബാധ ഘട്ടം അറിയപ്പെടുന്നത് സ്പൊറോസോയിറ്റ് എന്നാണ് കേട്ടോ. എന്താണ്? സ്പൊറോസോയിറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ, മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ അണുബാധ ഘട്ടമാണ് അല്ലേ? അണുബാധ ഘട്ടമാണ്. അപ്പോൾ അണുബാധയൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും എന്ന് ആലോചിക്കുക. സോറോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് സ്പൊറോസോയിറ്റ് എന്നുള്ളത് ഓർക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. മലേറിയ ബാധിക്കുന്ന അവയവങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? പ്ലീഹ, അതേപോലെ തന്നെ കരൾ. മലമ്പനിയുടെ അപരനാമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ, അതേപോലെ തന്നെ ചതുപ്പ് രോഗം കേട്ടോ. അപ്പോൾ ബ്ലാക്ക് വാട്ടർ ഫീവർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മലമ്പനി എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. അതേപോലെ തന്നെ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നതും മലമ്പനി തന്നെയാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന അവസ്ഥ കാണപ്പെടുന്ന മലമ്പനി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫാൽസിപ്പാരം മലമ്പനി. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന അവസ്ഥ കാണപ്പെടുന്ന മലമ്പനി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫാൽസിപ്പാരം മലമ്പനി. ഇനി എന്തുകൊണ്ടാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഈ മലമ്പനി വന്നു കഴിയുമ്പോൾ നമ്മുടെ മൂത്രം ഭയങ്കര ഇരുണ്ട നിറത്തിലൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് ഇതിനെ അറിയപ്പെടുന്നത്. നമ്മുടെ രക്തകോശങ്ങളൊക്കെ നശിച്ചിട്ട് മൂത്രമൊക്കെ ഭയങ്കര ഇരുണ്ട നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകൾ ഒന്നും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലസ് കൊതുക്. അപ്പോൾ ഞാനിതിങ്ങനെ ഓർത്ത് വെച്ചേക്കണം എന്ന് വെച്ചാൽ മലേറിയ എന്ന് പറയുമ്പോൾ മാല എറിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാണ്. അപ്പോൾ മാല എറിയണ സമയത്ത് നമ്മൾ പറയും നോ എന്ന് പറയും അല്ലേ? വേണ്ട, നോ എന്നുള്ള രീതിയിൽ പറയും. കാരണം ഈ മാലയൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടി അല്ലെങ്കിൽ ഒടിഞ്ഞൊക്കെ പോകും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഒടിഞ്ഞു പോകാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പ്ലാസ്മോഡിയം ഒടിഞ്ഞു പോകാന്നുള്ളത് കിട്ടുമല്ലോ. അപ്പോൾ ഇതൊക്കെയായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വെറുതെ കണക്ഷൻ അല്ല ചെയ്യേണ്ടത്, ആദ്യം പഠിക്കുക, എന്നിട്ട് അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഈ കണക്ഷൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. കിട്ടിയല്ലോ? അപ്പോൾ മലേറിയ, അനോഫിലസ് കൊതുക്, പ്ലാസ്മോഡിയം എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അണുബാധഘട്ടം നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെയുള്ളത് ബ്ലാക്ക് വാട്ടർ ഫീവറും ചതുപ്പ് രോഗം നിങ്ങൾക്കറിയാം. അടുത്ത പോയിന്റ്, ഒരു പോയിന്റും കൂടി ഉണ്ട്. ഈ മലേറിയ ബാധിക്കുന്ന അവയവങ്ങൾ പ്ലീഹയും കരളുമാണ്. അപ്പോൾ നമ്മൾ ഈ മാലയൊക്കെ എറിഞ്ഞു കഴിയുമ്പോൾ അത് പ്ലിം എന്ന് പറഞ്ഞിട്ട് വീണു എന്ന് ഓർത്തോട്ടോ. അപ്പോൾ പ്ലീഹ അതുപോലെ തന്നെ കരളും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നോക്കാം ഏറ്റവും മാരകമായിട്ടുള്ള മലമ്പനി ഏതാ? ഫാൽസിപ്പാരം മലമ്പനി. ഓക്കെ, അപ്പോൾ ഏറ്റവും മാരകമായിട്ടുള്ള മലമ്പനി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫാൽസിപ്പാരം മലമ്പനി. ജസ്റ്റ് ആലോചിച്ചോ, ഭയങ്കര അപാരമായിട്ടുള്ള മലമ്പനിയാണ് അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര അപാരം എന്നൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും മാരകമായിട്ടുള്ള മലമ്പനി ഫാൽസിപ്പാരം മലമ്പനി. മലമ്പനിക്ക് നൽകുന്ന ഔഷധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വിനൈൻ ആണ് കേട്ടോ. മലമ്പനിക്ക് നൽകുന്ന ഔഷധം ഏതാണ്? ക്വിനൈൻ ആണ്. അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കണത് മലയിൽ പോയിട്ട് നമ്മൾ ഈ ഔഷധത്തിന് വേണ്ടിയിട്ട് ക്യൂ നിന്നു എന്നൊക്കെ ഓർത്ത് വെച്ചേക്കാണ് കേട്ടോ. മലമ്പനിക്ക് നൽകുന്ന ഔഷധം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്വിനൈൻ. മലയിൽ പോയിട്ട് ക്യൂ നിന്നു എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് ലോക മലമ്പനി ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 25-നാണ്. എന്നാണ് ലോക മലമ്പനി ദിനമായിട്ട് ആചരിക്കുന്നത്? ഏപ്രിൽ 25. അടുത്തത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. ഇന്ത്യയിലെ ആദ്യ മലമ്പനി യൂണിറ്റ് ആരംഭിച്ച സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ മലമ്പനി യൂണിറ്റ് ആരംഭിച്ച സ്ഥലം ഏതാണ്?
തിരുവനന്തപുരം. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ തലസ്ഥാനങ്ങളാണെന്ന് ജസ്റ്റ് ഓർത്തോളൂ അല്ലേ. ഇന്ത്യയുടെ ചോദിക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ ന്യൂഡൽഹിയും കിട്ടും. ഇന്ത്യയിൽ ആദ്യം മലമ്പനി യൂണിറ്റ് ആരംഭിച്ച സ്ഥലം ചോദിക്കുമ്പോൾ തിരുവനന്തപുരം എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. വർഷം കൂടി ഓർത്തോളൂ കേട്ടോ, 1953. അടുത്ത പോയിന്റ് നോക്കാം. മലമ്പനിയുടെ രോഗാണുവിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് അൽഫോൺസ് ലവേറൻ ആണ് കേട്ടോ. മലമ്പനിയുടെ രോഗാണുവിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് അൽഫോൺസ് ലവേറൻ. ജസ്റ്റ് ഒന്ന് ആലോചിച്ചു, ഈ രോഗാണുവിനെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് ഓടിപ്പോയിട്ടുണ്ടാവും എന്ന് ആലോചിക്കുക. റൺ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, അൽഫോൺസ് ലവേറൻ. അടുത്ത പോയിന്റ് നോക്കാം. അനോഫിലസ് കൊതുകുകൾ വഴിയാണ് മലമ്പനി പകരുന്നതെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? റൊണാൾഡ് റോസ് ആണ്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോരുത്. രോഗാണുവിനെ ആദ്യമായിട്ട് കണ്ടെത്തിയതാണ് അൽഫോൺസ് ലവേറൻ. അതേസമയം കൊതുകുകൾ വഴിയാണ് മലമ്പനി പകരുന്നതെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയത് റൊണാൾഡ് റോസ് ആണ്. അതുപോലെ തന്നെ മലമ്പനിയുടെ രോഗാണുവായിട്ടുള്ള പ്ലാസ്മോഡിയത്തിൻ്റെ ജീവിതചക്രം കണ്ടെത്തിയത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അതും റൊണാൾഡ് റോസ് തന്നെ കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം റൊണാൾഡ് റോസിന് 1902 ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് കേട്ടുപോവുക. കാരണം ഈ പറഞ്ഞ പോലെ പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ മാർക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ പോയിന്റ്സുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 1897 ഓഗസ്റ്റ് 20 റൊണാൾഡ് റോസ് പെൺകൊതുകാണ് മലേറിയ പരത്തുന്നതെന്ന് കണ്ടെത്തി. അപ്പം വർഷം എന്താണ്? 1897 ഓഗസ്റ്റ് 20. അപ്പോൾ ഈ ഓഗസ്റ്റ് 20 ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. കാരണം ഓഗസ്റ്റ് 20 നമ്മുടെ ലോക കൊതുക് നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാണ് ലോക കൊതുക് നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് 20. നമുക്ക് ചെറിയൊരു കോഡ് വെച്ചിട്ട് കണക്ട് ചെയ്യാം. നമുക്കറിയാലോ ഓഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മളിങ്ങനെ ഫ്ലാഗൊക്കെ ഉയർത്തുന്നതിനേക്കാളും മുമ്പ് അവിടെയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പുല്ലും ചെടികളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഫ്ലാഗ് ഉയർത്തണേ എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ നമ്മുടെ ഈ കൊതുക് നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നത്. കാരണം പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടിക്കഴിയുമ്പോൾ പിന്നെ കൊതുകിനൊക്കെ ഓടിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് 20 ആരും തെറ്റിക്കരുത്, കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത നമുക്ക് ക്യുലെക്സ് കൊതുക് പരത്തുന്ന രോഗം നോക്കാം. ഏതൊക്കെയാ? ഫിലേറിയ ഉണ്ട്, അതേപോലെ തന്നെ ജാപ്പനീസ് എൻസെഫലൈറ്റിസും ഉണ്ട് കേട്ടോ. ഫിലേറിയ അതുപോലെ തന്നെ ജാപ്പനീസ് എൻസൈഫ്ലൈറ്റിസ്. അപ്പോൾ അതിനകത്ത് ഫിലേറിയ എന്ന് പറയുന്നത് മന്ത് രോഗമാണ്. ഇനി വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗമാണ് മന്ത്. അപ്പോൾ വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗം ഏതാണ്? മന്താണ്. മന്ത് പരത്തുന്ന കൊതുകുകൾ ഏതാ? ക്യുലെക്സ് പെൺകൊതുകുകളാണ് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ക്യുലെക്സ് പെൺകൊതുകുകളാണ് മന്ത് പരത്തുന്നത്. മന്ത് രോഗത്തിന് മറ്റൊരു നാമം ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. എന്താ? എലിഫന്റിയാസിസ് അല്ലേ. എലിഫന്റിയാസിസ് നമുക്കറിയാലോ, എലിഫന്റിൻ്റെ കാല് പോലെയൊക്കെ ഇരിക്കും നമ്മൾ മന്തൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എലിഫന്റിയാസിസ്. മന്തിന് കാരണമായിട്ടുള്ള വിര ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫൈലേറിയൻ വിരയാണ് കേട്ടോ. മന്തിന് കാരണമായിട്ടുള്ള വിര ചോദിക്കുകയാണെങ്കിൽ ഫൈലേറിയൻ വിര. ഫൈലേറിയൻ വിരയുടെ ശാസ്ത്രീയ നാമം വുച്ചെറിയ ബാൻക്രോഫ്റ്റി. അപ്പം ഇതെല്ലാം നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുത്തിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ക്യൂട്ടായിട്ടുള്ള കൊതുകാണ് മന്ത് പരത്തുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ക്യൂട്ട് എന്ന് പറഞ്ഞാൽ ക്യൂലെക്സിൻ്റെ ക്യൂട്ടാണ് കേട്ടോ ഞാൻ എടുത്തുള്ളത്, ക്യൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള കൊതുകാണ് മന്ത് പരത്തുന്നതെന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഫൈലേറിയൻ വിരയുടെ ശാസ്ത്രീയ നാമം ചോദിക്കുകയാണെങ്കിൽ വുച്ചെറിയ ബാൻക്രോഫ്റ്റി. അപ്പോൾ നമ്മുടെ മന്തൊക്കെ അല്ലേ, അപ്പോൾ മന്തൊക്കെ കാലിൽ അതിന് വേണ്ടിയിട്ട് കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കാലിൽ ചെറിയൊരു ക്രാഫ്റ്റ് നടന്ന പോലെയൊക്കെ ഇരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ വുച്ചെറിയ ബാൻക്രോഫ്റ്റി ഓർത്ത് വയ്ക്കാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് അടുത്ത കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. ലിംഫ് ഗാഹികളെയാണ് മന്ത് ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മന്തിനെ നമ്മൾ ലിംഫാറ്റിക് ഫൈലേറിയാസിസ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇതൊക്കെ കേട്ടു പോവുക. പിന്നെ രാത്രി കാലങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ മന്ത് രോഗ നിർണ്ണയം നടത്തുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് നടത്തുന്നത്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ദേശീയ മന്ത് രോഗ നിയന്ത്രണ പരിപാടി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം അത് എത്രയാണ്? 1955. അപ്പോൾ മന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ 2 കാലിലൊക്കെ ഉണ്ടാവും എന്ന് ആലോചിക്കുക. അപ്പോൾ 2 കാലും ഒരേപോലെ, അപ്പോൾ 2-5 അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ദേശീയ മന്ത് രോഗ നിയന്ത്രണ പരിപാടി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഏതാണ്? 1955. അടുത്ത് നമുക്ക് മന്ത് രോഗ നിവാരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ നോക്കാം. ഏതൊക്കെയാണ്? ഡൈ ഈത്തൈൽ കാർബമൈസൈൻ സിട്രേറ്റും അതേപോലെ തന്നെ ആൽബെൻഡസോളും ആണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു കണക്ഷൻ കൊടുക്കുക. നമുക്ക് ഈ മന്തൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കാലൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ വെച്ചിട്ട് മസാജൊക്കെ ചെയ്യണം എന്ന് ഓർക്കുക കേട്ടോ. കാലൊക്കെ ഒന്ന് മസാജ് ചെയ്യണം എന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് മസൈനായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് സിട്രേറ്റ്, ഡൈ ഈത്തൈൽ കാർബമൈസിൻ സിട്രേറ്റ്. നമുക്ക് ജസ്റ്റ് ഓപ്ഷനിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതിയല്ലോ. പിന്നെയുള്ളത് ആൽബെൻഡസോളാണ്. അപ്പം നമ്മുടെ നമ്മുടെ ഷൂസിൻ്റെ ഒക്കെ സോൾ ഇത്തിരി ബെൻഡായിട്ടൊക്കെ ഇരിക്കും മന്ത് വരുമ്പോൾ എന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ആൽബെൻഡസോൾ എന്നുള്ളത് നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക, കാരണം കഴിഞ്ഞ ഈ അടുത്ത് ഏതോ ഒരു എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ? ക്യൂലെക്സ് കൊതുക് പരത്തുന്ന രോഗം ഏതൊക്കെയാണ്? ഫിലേറിയ ഉണ്ട്, അതുപോലെ തന്നെ ജാപ്പനീസ് എൻസെഫലൈറ്റിസും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഫിലേറിയ ആണ് ഇപ്പോൾ പഠിച്ചത് കേട്ടോ, നമ്മുടെ മന്ത്. ഇനി നമുക്ക് ജാപ്പനീസ് എൻസൈഫ്ലൈറ്റിസും കൂടെ പഠിക്കാം. ജാപ്പനീസ് എൻസൈഫ്ലൈറ്റിസ് പരത്തുന്ന കൊതുകുകൾ ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലച്ചോറും സുഷുമ്ന നാഡിയും ഉൾപ്പെടുന്ന കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങളെ ബാധിക്കുന്ന വൈറൽ അണുബാധയാണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടുപോയാൽ മതി. ഏതൊക്കെയാണ്? തലച്ചോറിനെയും അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡിനെയൊക്കെ അത് ബാധിക്കുന്നുണ്ട്, സുഷുമ്ന നാഡിയെയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. ജാപ്പനീസ് എൻസൈഫ്ലൈറ്റിസിന് കാരണമാകുന്ന വൈറസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്ലാവി വൈറസ് ഇമ്പോർട്ടൻ്റ് ആണ്. ജാപ്പനീസ് എൻസൈഫ്ലൈറ്റിസിന് കാരണമാകുന്ന വൈറസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്ലാവി വൈറസ്. ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചോളൂ. അതായത് നമ്മുടെ ജപ്പാനിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിലൊക്കെ പോകണം എന്ന് ആലോചിക്കുക. അപ്പോൾ ഫ്ലൈറ്റുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഫ്ലാവി വൈറസ് ആണ്. ജപ്പാൻ ജ്വരത്തിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 5 മുതൽ 15 ദിവസം വരെയാണ് കേട്ടോ. 5 മുതൽ ഫുള്ള് ഇവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 5 മുതൽ 15 ദിവസം വരെയാണ് ജപ്പാൻ ജ്വരത്തിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. അത് നമുക്ക് മാൻസണോയിഡ് കൊതു പരത്തുന്ന അസുഖം ഏതാ? ഫിലേറിയ കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഫിലേറിയ നമുക്കറിയാലോ, മന്ത്. അപ്പോൾ അതിനകത്ത് ഈ ബ്രുഗിയ മലായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത് ഉണ്ട്. ഈ മന്ത് മെയിനായിട്ട് നമ്മുടെ കൈകാലുകളിലേക്കാണ് അത് ബാധിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൈകാലുകളെ മാത്രം ബാധിക്കുന്ന ബ്രുഗിയ മല ഇനം മന്തിൽ അതിനെ നമ്മൾ ഉണ്ണിമന്ത് എന്നും കൂടി പറയുന്നു. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം, ഉണ്ണിമന്ത്. അപ്പോൾ കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ നീരും കാര്യങ്ങളൊക്കെ വരും, ഇങ്ങനെ വീർത്തും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഉണ്ണിമന്ത് എന്ന് പറയാൻ കാര്യം. അതേപോലെ തന്നെ ജലസസ്യങ്ങളിൽ മുട്ടയിടുന്ന മാൻസോണിയ കൊതുകുകളാണ് കാലിലെ മന്ത് കൂടുതലായിട്ടും പടർത്തുന്നത്. അത് ജസ്റ്റ് ഒന്ന് കേട്ടുപോവാം കേട്ടോ. അടുത്ത് നമുക്ക് ഈഡിസ് കൊതുക് പരത്തുന്ന അസുഖങ്ങൾ നോക്കാം. ഏതൊക്കെയാണ്? മഞ്ഞപ്പനിയുണ്ട്, ഡെങ്കിപ്പനിയുണ്ട്, ചിക്കൻ ഗുനിയുണ്ട്, സിക്ക വൈറസ് ഉണ്ട്. അപ്പോൾ ഈ 4 അസുഖങ്ങളും നമ്മൾ ഓർത്ത് വയ്ക്കണം കേട്ടോ. മഞ്ഞപ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്ക വൈറസ്. അപ്പം ചിലപ്പോൾ എക്സാമിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈഡിസ് കൊതുക് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെല്ലാം തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഈ അസുഖങ്ങളൊക്കെ നമുക്കൊന്ന് മൈൻഡിലേക്ക് കയറും. അപ്പോൾ ഞാനിവിടെ ഈ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണം നമ്മുടെ ഡിങ്കനെയാണ് കേട്ടോ. ഡിങ്കൻ്റെ ഡ്രസ്സിൻ്റെ കളർ നമുക്കറിയാം, മഞ്ഞ കളർ. അപ്പോൾ തന്നെ നമുക്ക് 2 എണ്ണം കിട്ടി, ഡെങ്കിപ്പനി മഞ്ഞപ്പനിയും കിട്ടി. ഓക്കെ. അതേപോലെ തന്നെ ഡിങ്കനെ ആയിരിക്കും ആ കാർട്ടൂണിനകത്തൊക്കെ മിക്കവാറും ഡിങ്കൻ പോയി ഇടിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഈഡിസ് കൊതുകായിട്ട് നമുക്കവിടെ കണക്ട് ചെയ്യാം. ഡിങ്കൻ ചിക്കനൊക്കെ കഴിച്ചിട്ടാണ് ഇടിക്കാൻ പോയെന്നുള്ള രീതിയിലും ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇടിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ സിക്കായിട്ടിരിക്കില്ലേ, അപ്പോൾ സിക്ക വൈറസും കൂടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തോളൂ. എന്തൊക്കെയാണ്? ഈഡിസ് കൊതുക്, മഞ്ഞപ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്ക വൈറസ്. അപ്പോൾ നമ്മുടെ ഡിങ്കൻ മഞ്ഞ കളറിലെ ഡ്രസ്സ് ഇട്ടിട്ട് ഇടിക്കാൻ പോയെന്ന് ആലോചിക്കുക. ചിക്കനൊക്കെ കഴിച്ചിട്ടാണ് പോയത്, അപ്പം സിക്ക എന്നുള്ളത് കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ നോക്കാം. മഞ്ഞപ്പനി രോഗം ബാധിച്ച കൊതുകുകളുടെ കടിയിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന വൈറൽ പകർച്ചവ്യാധിയാണ് മഞ്ഞപ്പനി. അപ്പോൾ വൈറലാണെന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. വൈറൽ പകർച്ചവ്യാധിയാണ് മഞ്ഞപ്പനി. മഞ്ഞപ്പനി പരത്തുന്ന കൊതുകുകൾ ഈഡിസ് കൊതുകുകൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ മഞ്ഞപ്പനി കൂടുതൽ കണ്ടുവരുന്ന മേഖലകൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് കേട്ടോ. അടുത്ത നമുക്ക് മഞ്ഞപ്പനിക്ക് കാരണമായിട്ടുള്ള വൈറസ് ഏതാണെന്നുള്ളത് നോക്കാം. ഫ്ലാവി വൈറസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഏതായിരുന്നു? നമ്മുടെ ജാപ്പനീസ് ജ്വരത്തിനകത്ത് ഫ്ലാവി വൈറസ് ആയിരുന്നില്ലേ. അപ്പോൾ നമ്മൾ ജപ്പാനിലൊക്കെ പോകുമ്പോൾ ഫ്ലൈ ചെയ്യുന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഡിങ്കനുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്ലൈ ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞപ്പനിക്ക് കാരണമായിട്ടുള്ള വൈറസ് ഫ്ലാവി വൈറസ് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. അതേപോലെ തന്നെ ഇതിന് യെല്ലോ ഫീവർ എന്ന പേര് നൽകിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് വൃക്കയെയും കരളിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് യെല്ലോ ഫീവർ എന്നും പേര് നൽകിയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഡെങ്കിപ്പനി നോക്കാം. ഡെങ്കിപ്പനി പരത്തുന്ന പ്രധാന കൊതുകുകൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈഡിസ് ഈജിപ്റ്റി, അതുപോലെ തന്നെ ഈഡിസ് ആൽബോ പിക്സ് ആണ് കേട്ടോ. പിന്നെ കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ വ്യാപകവും ഗുരുതരവുമായിട്ടുള്ള രോഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെങ്കിപ്പനി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ വ്യാപകവും ഗുരുതരവുമായിട്ടുള്ള രോഗം ഏതാണ്? ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിക്ക് കാരണമായിട്ടുള്ള വൈറസ് ഏതാണ്? ഫ്ലാവി വൈറസ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞ പോലെ നമ്മുടെ ഡിങ്കൻ ഫ്ലൈ ചെയ്യുന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഡെങ്കിപ്പനിക്ക് കാരണമായിട്ടുള്ള വൈറസ് ഏതാണ്? ഫ്ലാവി വൈറസ് ആണ്. പിന്നെ ഇതിൻ്റെ ലക്ഷണമാണ് പറഞ്ഞിട്ടുള്ളത്. കടുത്ത സന്ധിവേദനയും പേശീവേദനയും അനുഭവപ്പെടുന്നതിനാൽ ഡെങ്കിപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? ബ്രേക്ക് ബോൺ ഫീവർ. അതായത് നമ്മുടെ ബോണൊക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന പോലെ അത്രയും വേദനയായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കടുത്ത സന്ധിവേദനയും പേശീവേദനയും അനുഭവപ്പെടുന്നതിനാൽ ഡെങ്കിപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ബ്രേക്ക് ബോൺ ഫീവർ.
ഇനി നമുക്ക് ഡെങ്കിപ്പനി 3 തരത്തിലാണ് ബാധിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി കേട്ടോ. പനിയും ശരീരവേദനയുമായിട്ട് കാണുന്ന സാധാരണ ഡെങ്കിപ്പനി ഉണ്ട്, പിന്നെ രക്തസ്രാവത്തിലെത്തുന്ന ഡെങ്കു, ഹെമറേജിക് ഫീവർ ഉണ്ട്, അതേപോലെ തന്നെ രക്തസമ്മർദ്ദവും നാഡീമിടിപ്പും തകരാറിലാക്കുന്ന ഡെങ്കു ഷോക്ക് സിൻഡ്രോം ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. അടുത്ത 2 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെങ്കിപ്പനി രോഗനിർണയ ടെസ്റ്റ് ഏതാണ്? ടൂർണിക്കറ്റ് ടെസ്റ്റ് ആണ് കേട്ടോ. ടൂർണിക്കറ്റ് ടെസ്റ്റ് ആണ് ഡെങ്കിപ്പനി രോഗനിർണയ ടെസ്റ്റ്. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണം, നമ്മൾ ഈ ടൂറൊക്കെ പോകുന്ന സമയത്ത് മങ്കീനെയൊക്കെ കാണുമെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഡെങ്കി ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഡെങ്കിപ്പനി രോഗനിർണയ ടെസ്റ്റ് ഏതാണ്? ടൂർണിക്കറ്റ് ടെസ്റ്റ്. ദേശീയ ഡെങ്കി ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 16-നാണ്. ഓക്കെ, ദേശീയ ഡെങ്കി ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 16-നാണ്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ആലോചിക്കാം. നിങ്ങളൊന്ന് ഓർത്തെ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞാണ് ഗുരുതരമായിട്ടുള്ള രോഗമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ മെയ്ക്ക് തന്നെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് തന്നെ 16 ആവും ചിലപ്പോൾ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ദേശീയ ഡെങ്കി ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 16 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത നമുക്ക് ചിക്കൻ ഗുനിയെ കുറിച്ച് പഠിക്കാം. ചിക്കൻ ഗുനിയ പറയുന്ന കൊതുകൾ ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈഡിസ് ഈജിപ്തി, അതുപോലെ തന്നെ ഈഡിസ് ആൽബോ പിക്സ് ആണ്. ചിക്കൻ ഗുനിയ പരത്തുന്ന രോഗാണു ഗ്രൂപ്പ് എ ആൽഫ വിഭാഗത്തിൽപ്പെട്ട RNA വൈറസ് ആണ് കേട്ടോ. ചിക്കൻ ഗുനിയയുടെ ലക്ഷണങ്ങൾ നീർക്കെട്ടോട് കൂടിയിട്ടുള്ള കടുത്ത സന്ധിവേദന, കടുത്ത നടുവേദന, ചുവന്ന് കലങ്ങിയിട്ടുള്ള കണ്ണുകൾ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടു പോവാം. അടുത്തത് ചിക്കൻ ഗുനിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിക്കൻ ഗുനിയ എന്ന വാക്കിൻ്റെ അർത്ഥം വളയുക. അപ്പോൾ ചിക്കൻ ഗുനിയ എന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് കുനിഞ്ഞു എന്നൊക്കെ ആലോചിക്കാമല്ലോ. കുനിഞ്ഞു, വളഞ്ഞു എന്നൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ വളയുക എന്നുള്ളൊരു മീനിങ് ആണ്. ചിക്കൻ ഗുനിയയുടെ ഇൻക്യുബേഷൻ പീരീഡ് 1 മുതൽ 12 ദിവസം വരെ. ചിക്കൻ ഗുനിയയുടെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 1 മുതൽ 12 ദിവസം വരെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്ത സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കൊൽക്കത്തയാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1963-ലാണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥലം കൊൽക്കത്ത. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. നമ്മുടെ ചിക്കനൊക്കെ നമ്മളിങ്ങനെ കോലിലൊക്കെ വെച്ചിട്ട് ചിക്കൻ കുത്തിയൊക്കെ കഴിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്തോളൂ. നമ്മൾ ഈ ബാർബിക്യൂ ഒക്കെ കഴിക്കുന്ന പോലെ കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥലം കോല് വെച്ചിട്ടാണ് കഴിക്കണേന്ന് ഓർത്ത് വയ്ക്കുക, കൊൽക്കത്ത 1963-ലാണ്. കേരളത്തിൽ ചിക്കൻ ഗുനിയ ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ഒളുവണ്ണയാണ്, കോഴിക്കോട് ജില്ലയിൽ. അപ്പം ഇവിടെ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ ചിക്കൻ ഗുനിയ എന്ന് പറയുമ്പോൾ തന്നെ ചിക്കൻ കോഴിയായിട്ടൊക്കെ നമുക്ക് കണക്ഷൻ കൊടുക്കാം അല്ലേ. അപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ കോഴിക്കോട് ഒളവണ്ണ, ഇതും കൂടെ ഓർത്ത് വയ്ക്കണം. നമ്മൾ എണ്ണയൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ കോഴി ഫ്രൈ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ കേരളത്തിൽ ചിക്കൻ ഗുനിയ ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥലം ഒളവണ്ണ, കോഴിക്കോട് 2006-ലായിരുന്നു കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സിക്ക വൈറസ് സ്ഥിരീകരിക്കപ്പെട്ട നഗരം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അഹമ്മദാബാദ് ആണ് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ആലോചിക്കുന്നത്? നമുക്ക് ഈ സിക്കൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ അഹമ്മദി ഒന്നും കാണിക്കാണ്ട് മരുന്നൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ഇരിക്കണം എന്നൊക്കെ ഓർക്കുക കേട്ടോ. അപ്പോൾ അഹമ്മദാബാദ് ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. സിക്ക വൈറസ് സ്ഥിരീകരിക്കപ്പെട്ട 2ാമത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. പിന്നെ സിക്ക വൈറസ് കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ച സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പാറശാലയാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയാണ്. സിക്ക വൈറസ് കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ച സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പാറശാല. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഇത് നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് വേണമെങ്കിലും പഠിക്കാം കേട്ടോ. 2021 ജൂലൈ 8-നാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സിക്ക വൈറസ് കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ച സ്ഥലം ചോദിക്കുകയാണെങ്കിൽ പാറശാല, തിരുവനന്തപുരം. 2021 ജൂലൈ 8-നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വിവിധ തരത്തിലുള്ള കൊതുകുകൾ വരുന്ന അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും കോഡ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കരുത്. നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കോഡ്സ് ഇവിടെ കണക്ട് ചെയ്ത് പഠിപ്പിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കണ്ട, തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, പറ്റുന്ന ഗ്രൂപ്പുകളിലൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്കിതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും ബൈ.